1959 റഷ്യയിലെ ഉറാൽ മലനിരകളിൽ 9 യുവാക്കൾ ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ സന്തോഷത്തിലായിരുന്നു. ചിരിച്ചും കളിച്ചും പാട്ടുപാടിയും അവർ ഭാവിയെക്കുറിച്ച് സംസാരിച്ചും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ആ രാത്രി എന്തോ സംഭവിച്ചു. അടുത്ത ദിവസം ആ ടെൻറ്റ് കണ്ടെത്തി. പക്ഷേ അത് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ് മുറിച്ചിരുന്നത്. ഇന്നും അന്വേഷണക്കാരെയും ശാസ്ത്രജ്ഞരെയും ചിത്രകാരന്മാരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ദ്യാത്ലോവ് പാസ് ഇൻസിഡൻറ്റ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഈ വീഡിയോയിൽ നമുക്ക് ലഭ്യമായ അന്വേഷണ റിപ്പോർട്ടുകളെക്കുറിച്ചും ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും എല്ലാം നമുക്ക് പരിശോധിക്കാം. ഈ സംഭവം നടക്കുന്നത് റഷ്യയിലെ ഉറാൽ മലനിരകളിലാണ്. അത്യന്തം തണുപ്പും കനത്ത മഞ്ഞുവീഴ്ചയും അപകടകരമായ കാലാവസ്ഥയും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ആ രാത്രി എന്താണ് സംഭവിച്ചത്? എന്തിനാണ് അവർ ടെൻറ്റിൻ്റെ അകത്ത് നിന്ന് അത് മുറിച്ചിട്ട് 30 ഡിഗ്രി തണുപ്പിലേക്ക് ഇറങ്ങി ഓടിപ്പോയത്? ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ 1959 ജനുവരിയിലേക്ക് തിരിച്ചു പോകും. ഈ 9 പേരും ആരായിരുന്നു? എന്തിനു വേണ്ടിയാണ് ഈ അപകടകരമായ യാത്രയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങിയത്? 1959 സോവിയറ്റ് യൂണിയനിലെ യുവ വിദ്യാർത്ഥികളും പരിചയസമ്പന്നരായ മലകയറ്റക്കാരും അവർ ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ ലക്ഷ്യം ഈ ഉറാൽ മലനിരകളിലൂടെയുള്ള ഈ സാഹസിക യാത്ര, അതികഠിനമായ ഈ ഒരു വഴിയിലൂടെ വിജയം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഈ യാത്ര എന്ന് പറയുന്നത് വെറും ഒരു വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല അവർ തിരഞ്ഞെടുത്തിരുന്നത്. അന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു സാഹസിക യാത്ര പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു ബഹുമതിയായിരുന്നു. അവരിൽ പലരും പരിചയസമ്പന്നരായ മലകയറ്റക്കാരും. ഈ സംഘത്തിൻ്റെ നേതാവ് ഇഗോർ ദ്യാത്ലോവ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിനെ ദ്യാത്ലോവ് പാസ് ഇൻസിഡൻറ്റ് എന്നറിയപ്പെട്ടത്. അദ്ദേഹത്തോടൊപ്പം കഴിവുള്ള 8 യാത്രികരുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും സ്വപ്നം ഒന്നായിരുന്നു: ഈ യാത്ര എങ്ങനെയെങ്കിലും വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളത്. ഇവർ സാധാരണ ആളുകളല്ലായിരുന്നു. സർവകലാശാല വിദ്യാർത്ഥികൾ, എഞ്ചിനീയർമാർ, പരിചയസമ്പന്നരായ മലകയറ്റക്കാർ, അങ്ങനെയുള്ള ആളുകളായിരുന്നു ഇവരെല്ലാം. ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാനായി മുന്നിലുണ്ടായിരുന്ന ആളുകൾ. ഇവരെക്കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മളൊക്കെ മനസ്സിലേക്ക് വരും: ഇത്രയും പരിചയസമ്പന്നരായ ഈ യാത്രികർ എങ്ങനെ ഒരു രാത്രി എല്ലാവരും ഒരുമിച്ച് ഈ ദുരന്തത്തിൽപ്പെട്ടു? ഈ യാത്രയുടെ ആദ്യ ദിവസങ്ങളെല്ലാം അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെയായിരുന്നു നീങ്ങിയിരുന്നത്. എല്ലാ ദിവസത്തെയും യാത്രയുടെ വിവരങ്ങൾ അവരുടെ ഡയറിയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചിരിച്ചും കളിച്ചും സംസാരിച്ചും ഫോട്ടോ എടുത്തും അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. അവരുടെ ക്യാമറയിൽ നിന്ന് ലഭിച്ച അവസാന ചിത്രങ്ങൾ അന്വേഷകരെ ഇപ്പോഴും കുഴപ്പിക്കുന്ന ചിത്രമാണ്. കാരണം അതിനകത്ത് ഒരു ഭയമില്ല, ഒരു ടെൻഷനില്ല, അങ്ങനെയുള്ള യാതൊരു ഭാവവും അവരുടെ ആരുടെയും മുഖത്ത് പ്രകടമല്ല. ഒരു സാധാരണ സാഹസിക യാത്രയുടെ ആ ഒരു സന്തോഷവും ത്രില്ലും മാത്രമായിരുന്നു അവരുടെ മുഖത്തെല്ലാം പ്രകടമായിരുന്നത്. എന്നാൽ ജനുവരി അവസാനത്തോടെ കാലാവസ്ഥ മാറാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചു. തണുപ്പ് അതിഭയങ്കരമായി. എന്നിട്ടും അവർ ആ യാത്ര മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനം അവരുടെ ജീവിതത്തിലെ തന്നെ അവസാനത്തെ ഒരു തീരുമാനമായി മാറുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 1959 ജനുവരി 1 ആ യാത്രക്കിടയിൽ അവരൊരു മലഞ്ചെരുവിൽ ഒരു ടെൻറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ജീവിതത്തിലെ അവസാനത്തെ രാത്രി. പുറത്ത് -30 ഡിഗ്രി. 9 പേരും ഒരു ടെൻറ്റിനുള്ളിൽ. പക്ഷേ പുറത്ത് എന്തോ മാറി മറിഞ്ഞു. 1959 ജനുവരി 1 തീയതി ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നിട്ട് പോലും അവർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ദിവസം അവർ എന്താണ് സംസാരിച്ചത്, എന്തിനാണ് ചിരിച്ചത്, അതാർക്കും അറിയില്ല. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഡയറിയിൽ അതൊരു സാധാരണ ദിവസം മാത്രമായിരുന്നു. അല്ലാതെ അതിൽ ചിന്തിക്കാവുന്നതോ പേടിപ്പിക്കാവുന്നതോ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് ആ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ എന്തോ സംഭവിച്ചു. നമ്മൾക്കാർക്കും അറിയാത്ത എന്തോ. അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്
അവർ പുറത്തേക്ക് പോവാൻ ടെൻറ്റിൻ്റെ അകത്ത് നിന്ന് അത് കീറി മുറിച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നാണ്. അവർ സ്വാഭാവികമായ അതിൻ്റെ വാതിലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് അവരെ ഇങ്ങനെ അടിയന്തരമായി ഇത്രയും ധൃതിപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ടെൻറ്റിൽ നിന്ന് മഞ്ഞിലൂടെ നടന്നുപോയ കാലടിപ്പാടുകൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചിലർ ചെരുപ്പില്ലാതെ, ചിലർ സോക്സ് മാത്രം ധരിച്ച് ഇത്രയും കൊടും തണുപ്പിൽ ഇങ്ങനെ അവർ ഇത്രയും ധൃതിപ്പെട്ട് എന്തിനാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. -30 തണുപ്പ്, രാത്രി, അതികഠിനമായ കാറ്റ്, ഇത്രയൊക്കെ ഉള്ളപ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ പുറത്തേക്ക് പോയത്? ആ കാലടിപ്പാടുകൾ അവരെ അടുത്തുള്ള ഒരു വനത്തിലേക്കാണ് എത്തിച്ചത്. അവിടെയാണ് അന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. അടുത്ത ദിവസങ്ങളിൽ അന്വേഷണ സംഘം ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി തുടങ്ങി. പക്ഷേ ചില കണ്ടെത്തലുകൾ ഈ കേസിനെ ലോകത്തിലെ തന്നെ ദുരൂഹമായ ഒരു മിസ്റ്ററിയാക്കി മാറ്റി. രക്ഷാസംഘം എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ഒന്നാണ്. സംഘം നിശ്ചയിച്ച സമയത്ത് തിരിച്ചെത്തിയില്ല, ഒരു വിവരവും അറിയിപ്പും ഒന്നും നൽകിയില്ല. തുടർന്ന് വലിയൊരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തിയത് അവരുടെ ടെൻ്റായിരുന്നു. അതിനകത്ത് അവരുടെ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വ്യക്തിപരമായ പല സാധനങ്ങളും എല്ലാം അതിനകത്ത് അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ മാത്രം അതിനകത്തുണ്ടായിരുന്നു. വനത്തിനകത്ത് ആദ്യം 2 പേരെ കണ്ടെത്തി. അവർ അവിടെ തീ കത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇവർ ജീവനോടെ തന്നെയാണ് അവിടെ നിന്നും കാട്ടിലേക്ക് എത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ കൂടെ കണ്ടെത്തി. അതിൽ ചിലർ തിരിച്ച് ടെൻറ്റിലേക്ക് തന്നെ പോകാൻ ശ്രമിച്ചതായിട്ട് അന്വേഷണ സംഘം പറയുന്നുണ്ട്. അപ്പോഴും അന്വേഷകർക്ക് മുന്നിൽ ചോദ്യങ്ങൾ നിരവധി ബാക്കിയുണ്ടായിരുന്നു. അവരെന്തിനാണ് ടെൻറ്റ് വിട്ട് ഇത്രയും തണുപ്പിൽ പുറത്തേക്ക് പോയത്? അവർ എന്തിനാണ് പിന്നെ ടെൻറ്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ ശ്രമിച്ചത്? അന്വേഷണത്തിൽ ചില പ്രധാന കണ്ടെത്തലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർക്കുണ്ടായിരുന്ന പരിക്കുകൾ മറ്റു ചിലർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും അതിനൊന്നും ഒരു തെളിവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശക്തമായ കാറ്റായിരുന്നോ, മഞ്ഞിടിച്ചിലായിരുന്നോ, അതോ മനുഷ്യരുടെ തെറ്റായ തീരുമാനങ്ങളായിരുന്നു, അതോ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും ശക്തികളായിരുന്നു? 65 വർഷത്തിലേറെയായി ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. വർഷങ്ങളായി ശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും മലകയറ്റക്കാരും എല്ലാവരും ഈ ഒരു സംഭവത്തെ വീണ്ടും പഠിച്ചു. പ്രകൃതിദത്ത കാരണങ്ങളുടെ സംയോജനമാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ചെറിയ വിശദീകരണം അവിടുത്തെ മഞ്ഞിടിച്ചിലാണ്. അത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അവരവിടെ നിന്നും ആ കാടിൻ്റെ ഭാഗത്തേക്ക് മാറിയതാണെന്നുള്ളതാണ് അന്വേഷണ സംഘം മുന്നിലേക്ക് വെക്കുന്ന ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം ഇങ്ങനെയുള്ള ഈ മലമുകളിൽ ഉണ്ടാകുന്ന കാറ്റാണ്, അതിശക്തമായ കാറ്റ്. അങ്ങനെയുള്ള ആ കാറ്റിൻ്റെ ശബ്ദം അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അവരവിടെ നിന്ന് മാറിയത് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. പിന്നീട് കഠിനമായ തണുപ്പ്, ക്ഷീണം, വഴിതെറ്റൽ, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഹൈപ്പോതെർമിയ ഈ ദുരന്തത്തെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കാം. ഇതിലും മറ്റുള്ള മിസ്റ്ററികളിലെല്ലാം പറയുന്നത് പോലെ തന്നെ ആളുകൾ പല പ്രചാരണങ്ങളും നടത്തിയിട്ടുണ്ട്. UFO, അന്യഗ്രഹജീവികൾ എന്നിവരെ പരാമർശിച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങളെ ഒന്നും പിന്തുണയ്ക്കുന്ന ഒരു തെളിവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ പ്രകൃതി, കാലാവസ്ഥ, മനുഷ്യരുടെ തീരുമാനങ്ങൾ ഇതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ദുരന്തമായിരുന്നു. ദ്യാത്ലോവ് പാസ് ഇന്നും ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ സംഭവങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഓരോ മിസ്റ്ററിയും അത്ഭുത ശക്തികളുടെ തെളിവാകണമെന്നില്ല. ചിലപ്പോൾ പ്രകൃതി തന്നെ നമ്മുടെ കൽപ്പനകളെക്കാൾ കൂടുതൽ സങ്കീർണവും ശക്തവുമാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ദ്യാത്ലോവ് പാസ് ഇൻസിഡൻറ്റിൻ്റെ ഏറ്റവും യുക്തിപരമായ ഒരു കാര്യം എന്താണ്? മഞ്ഞിടിച്ചിലായിരുന്നോ, ശക്തമായ കാറ്റായിരുന്നോ, അതോ മനുഷ്യൻ്റെ തീരുമാനങ്ങളിൽ വന്ന പിശകുകളായിരുന്നോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ ചരിത്രത്തിലെ മറ്റൊരു യഥാർത്ഥ മിസ്റ്ററിയുമായി നമുക്ക് കാണാം. ഞാൻ ജിതേഷ് ഫ്രം ദ മാൻ വിത്ത് തേർഡ് ഐ. ബൈ.